ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് ഒരു 9-10 മണിയാവും എണീക്കാൻ. അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഞാൻ എണീറ്റു, കുറച്ച് ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി, പല്ലൊക്കെ തേച്ചു. ഞാൻ നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ്. എനിക്ക് പാല് വേണ്ട, അപ്പോൾ പിന്നെ ഞാനൊരു ബ്ലാക്ക് കോഫി മസ്റ്റായിട്ട് എനിക്ക് രാവിലെ വേണം, ഇല്ലെങ്കിൽ കുറച്ച് തലവേദന എടുക്കും. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു, ഒരു ബ്ലാക്ക് കോഫി ഇട്ടു. അപ്പോഴത്തേക്ക് എൻ്റെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിരുന്നു, അതൊക്കെ വളർന്നു. അതൊക്കെ ഞാനിങ്ങനെ നോക്കി. ബ്ലാക്ക് കോഫി റെഡിയായി, ഞാനതെടുത്തു. അങ്ങനെ നേരെ പോയി കുറച്ച് സോഫയിലിരുന്ന് കുടിക്കാമെന്ന് കരുതി ഞാൻ ഹാളിലോട്ട് വന്നപ്പോൾ രാത്രി കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. അപ്പോൾ അതൊക്കെ ആട്ടോ ഇതൊക്കെ. അങ്ങനെ അതും കണ്ടിട്ട് ക്രിസ്മസിന് ഒരു രസമൊന്നുമില്ല, ആരും അത് കാര്യമാക്കണ്ട. അങ്ങനെ ഒന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഞാനൊന്ന് പുറത്ത് പോകാനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് സാധനം ഓർഡർ ചെയ്തതൊക്കെ വന്നു. പേഴ്സണൽ ഐറ്റംസും കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, നമുക്കതൊക്കെ ഭയങ്കര ആവശ്യമാണ്. അങ്ങനെ ഞാൻ റെഡിയായി പുറത്ത് പോകാൻ ഇറങ്ങി. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, മാർക്കറ്റിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ കയ്യിലേക്കിട്ടൊരു ബാഗൊക്കെ തൂക്കി അങ്ങനെ ഇറങ്ങി. അപ്പോൾ ചെരുപ്പിടാന്നൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് എന്താ ചെയ്യും, അങ്ങനെ ഒരു ചെരുപ്പ് കിട്ടി. ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് പോകാൻ പോണേ. നേരെ ഇറങ്ങുകയാണ്. ഊബർ ബുക്ക് ചെയ്ത്. അപ്പോൾ ഊബർ താഴെ വന്നിട്ടുണ്ട്, 2 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നേരെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിരുന്നു. ഞാൻ വാച്ച്മാൻ അവിടെ പോകണം, അങ്ങനെ കാണാനില്ല, എപ്പോഴും കാണും, സംസാരിക്കുന്നതാണ്. അങ്ങനെ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടോ വന്നത്, ഓട്ടോ കയറി ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാനിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളെയും കൂട്ടി വേണം പോകുന്നത്. വരുന്ന വഴിക്കൊരു തൊട്ടാവാടി കണ്ടു. തൊട്ടാവാടുമോ എന്നറിയണമെന്ന് തൊട്ട് നോക്കിയപ്പോൾ തന്നെ അത് വാടി. അപ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മകളാണ്. അങ്ങനെ ചേച്ചിയുടെ മോളുണ്ട്. ചേച്ചി സ്കൂട്ടിയിലാണ് വരുന്നത്, മാർക്കറ്റിൽ പോകുന്നത് കൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓട്ടോയിൽ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ചാല മാർക്കറ്റിലെത്തിയേക്കാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ മാർക്കറ്റിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ 2 പേരും നടക്കുക. അപ്പോൾ ചേച്ചി സ്കൂട്ടിയിലാണ് വന്നത്, കാരണം 3 പേർക്ക് സ്കൂട്ടിയിൽ വരാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വേണ്ടി നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. തക്കാളിക്ക് ഉള്ളിക്കൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ നല്ല വാങ്ങി. അങ്ങനെ നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ കിളികളൊക്കെ കളിക്കണം. അത് കാണാൻ നല്ല രസമുണ്ട്. എല്ലാവരും ഇങ്ങനെ കുറച്ച് നേരം നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു. എനിക്ക് ചർച്ചിൽ പോകണമായിരുന്നു, വെട്ടുകാട് പള്ളിയിൽ പോകണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഫ്രഷ് ആകാമെന്ന് കരുതി അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നേ. ഞാൻ റെഡിയായി, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരു ധാവണിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ചർച്ചിലോട്ട് പോകാൻ. അങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളെയും കൂട്ടിയിട്ട് വേണം പോകാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും നേരെ വെട്ടുകാട് വന്നു. വെട്ടുകാട് ചർച്ചെത്തി. നോക്കുമ്പോൾ നല്ല ലൈറ്റ്സാണ്, ക്രിസ്മസിൻ്റെ അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല പൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുണ്ട് ഒരു നല്ല 2 സുന്ദരി കുട്ടികൾ നിൽക്കുന്നുണ്ടോ. അങ്ങനെ നേരെ അവളും ഇങ്ങനെ ഭയങ്കര രസമായിട്ടൊക്കെ ഒതുങ്ങി വന്നേക്കാണ്. ഞാൻ വേറെ എവിടെയോ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ചർച്ചിൽ വന്ന് അടിപൊളിയായിട്ട് ചർച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ വെട്ടുകാട് പള്ളി, പുതിയ പള്ളി പണിത് ഇത്രയും വർഷമായിട്ട് ഞാൻ അകത്ത് കയറിയിട്ടില്ല. പുറത്ത് ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, കുറേ മീൻസ് ഒരു 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല പൊളിയായിട്ട് ഓരോരോ ഡെക്കറേഷൻസും ഓരോ ആർട്സൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. പണി ഇനിയും നടന്നിട്ടിരിക്കുന്നുണ്ട്, വലിയ സ്റ്റാർസൊക്കെ ഇടുന്നുണ്ട്, അതിൻ്റെ ലൈറ്റ്സും പണികളും നടക്കണം. അപ്പോൾ ഞങ്ങളിത് പള്ളിയിൽ പ്രാർത്ഥിക്കാനല്ല വന്ന കേട്ടോ, ശരിക്കും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാനാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, ഞങ്ങളും കുറേ സെൽഫീസും കാര്യങ്ങളും എടുത്ത്. ഞാൻ അവളെയൊക്കെ അവളറിയാണ്ടൊരു വീഡിയോ ഒക്കെ പിടിക്കുകയാണ്. അപ്പോൾ അവളത് കണ്ടു, ഇപ്പോൾ ഒരു പോസ്റ്റൊക്കെ തരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പള്ളിക്കകത്ത്. ഇതാണ് പള്ളീൻ്റെ അകം. നല്ലൊരു പീസായിട്ട് കാമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് മനസ്സറിഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവം വിളി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി കുറച്ച് 2 ചെയർ കിട്ടി. അവിടെ നിന്ന് വന്ന് നേരെ വീട്ടിലേക്ക് വന്നു. നല്ല ടയേർഡായിട്ടുണ്ട്. ഞാനപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കിടക്കുകയാണ്. ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.